ഡയനാമോ കഴിച്ചെടുത്തു. ഓ ക്ലാമ്പിക്കൊക്കെ ജാസ്തി പ്രോബ്ലം ഇവിടെ നിൽക്കാൻ എന്തോ ചെറിയൊരു ധൈര്യം കമ്മി. ചുണ്ടന് ചേറ് കൊടുത്താൽ അങ്ങോട്ടെ കൊല്ലണ്ട, ചിലപ്പോൾ മൂപ്പര് ജീവനോടെ കൊണ്ടുപോകണം കരുതിയിട്ടാണാവോ. ഹായ് 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 ചങ്ങന്മാരൊക്കെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ചങ്ങന്മാരെ. അപ്പോൾ ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയത്, നമ്മളിതിന് മുമ്പ് ഒരു ദിവസം കിടന്നുറങ്ങിയ സ്ഥലം തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ആയിരുന്നില്ല, നമ്മൾ അവിടെ ആയിരുന്നു കിടന്ന്. ഇന്ന് റോഡ് പണിയൊക്കെ ആയിട്ട് ചെക്ക് പോസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്നിരുന്നത്. പക്ഷേ അന്ന് ചെക്ക് പോസ്റ്റ് അവിടെ ആയിരുന്നു. പക്ഷേങ്കിൽ അത് അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് മാറ്റിക്കണം വണ്ടിയൊക്കെ. ഏതായാലും നമ്മൾ ഇവിടെ കിടന്ന സുന്ദരമായ ഉറക്കം. തണുപ്പൊന്നും അധികം ഇല്ല തണുപ്പ് വല്ല രാവിലെ തണുപ്പുണ്ടായിട്ടുണ്ട്. പിന്നെന്താ പറയുക, അപ്പുറത്ത് കൂടെ നമ്മുടെ ലോഹിത് റിവറിൻ്റെ ഒരു കൈവരി ഒഴുകിക്കൊണ്ട് വെക്കുന്നുണ്ട്. ആ ഒരു പർവ്വതത്തിൻ്റെ അങ്ങ് മുകളിൽ നിന്ന് എവിടെ നിന്നോ ഉത്ഭവിച്ച് വരുന്ന ഒരു നദി അല്ലേ. നല്ല ക്ലിയറാണ്. ഞാൻ രാവിലെ വെള്ളത്തിൽ പോയി ക്ലിയറാണ് വെള്ളം. തണുപ്പാണ്. ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി തെറിക്കുകയാണ്. ഇവിടെ റേഞ്ച് ഇല്ലാത്തൊരു ഏരിയയാണ്. ഇവിടെ ഈ ഒരു കാണുന്ന ഹോട്ടലും പിന്നെ അതിൻ്റെ അപ്പുറത്ത് 2 വീടും മാത്രമാണ് ഇവിടെ ഉള്ള സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ആൾക്കാരും ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ആളുകളുടെ കയ്യിലൊക്കെ എന്താ ഗണ്ണുണ്ട്, പിന്നെ ഒരു വാളും ഉണ്ടാവും. പിന്നെ അത് മാത്രമേ ഇന്നിപ്പോൾ ഇവിടെ നിന്ന ആളടുത്ത് സ്നൈപ്പറൊക്കെയാണ്. എനിക്ക് ഇവിടെ ഹണ്ടിങ് നടക്കേണ്ടതെന്നുണ്ട് അല്ലേ. ഇവിടെ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അരുണാചലിൽ. നമ്മളെ കറുപ്പൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ്. പക്ഷേങ്കിൽ കറുപ്പ് നമ്മളതായിട്ട് കണ്ടില്ല. ഏതായാലും കുഴപ്പമില്ല. ഇവിടുത്തെ ആളുകളെ ഗണ്ണൊക്കെ കാണാൻ പൊതിഞ്ഞെട്ടി പോലെ എന്താ പറയാ, നമ്മളെ സിനിമയിലേക്കാണ് ഈ വേട്ടയ്ക്കോണ ആളുകളൊക്കെ ബാക്കിൽ വലിയ ഗണ്ണൊക്കെ പൊതിഞ്ഞെട്ടി കൊണ്ടുപോകും. ഒരു വാളും ഉണ്ടാവും. വാളെന്തായാലും ഇവരെടുത്തുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ. നമ്മളെ പക്ഷെ അവരോട് വല്ലാതെ അങ്ങോട്ട് ടച്ച് കൊടുക്കാത്തതുകൊണ്ട് വേറെ നമ്മൾ ഒരു കാണാൻ നമുക്ക് മനസ്സിലാവില്ല, നമ്മളാണ് ഒരിക്കും മനസ്സിലാവില്ല. പിന്നെ ഇപ്പം എന്താ അതുകൊണ്ട് അവൻ ആ കൂമൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടൊന്നുമില്ല. നോക്കാപ്പം എന്താ ഉള്ളത്, കൂമനോട് പോകുക ഒരു 100-115 കിലോമീറ്റർ പോകണം താഴത്തേക്ക് എത്തിയിട്ട് നമുക്ക് നേരെ ഫസ്റ്റത്തെ പരിപാടിയാണ് വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് കിട്ടിയിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തീരുമാനിക്കുള്ളൂ. എവിടേക്കാണ് നെക്സ്റ്റ് എന്ന് പോലും തീരുമാനിച്ചില്ല. കാരണം വണ്ടി ക്ലിയർ ആവാതെ ഒന്നിനൊരു സുഖം കിട്ടണം. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. അത്തരം കാര്യങ്ങൾ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കിയാൽ ഓക്കെ. പോലെ അവനെ ഇറങ്ങവാ പോ. അങ്ങനെ ഈ പാലത്തിന്റെ ചോട്ടിൽ 2 ദിവസമായില്ലേ ഈ പാലം. പിന്നെ നമ്മള് ഇവിടെ ഈ റേഞ്ച് ഇല്ലാത്തവിടെ തന്നെ കിടക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് പരശുറാംകുണ്ട് ഉണ്ടാകും. പരശുറാംകുണ്ടിലാണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. പരശുറാംകുണ്ടിക്ക് ഒരു 12-13 കിലോമീറ്റർ ഉള്ളൂ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ റേഞ്ച് ഉണ്ടാവും, നെറ്റ്വർക്ക് ഉള്ള ഏരിയ ആണ്. പക്ഷേങ്കിൽ നമ്മുടെ കയ്യിൽ ചിക്കൻ ഉണ്ടല്ലോ, അപ്പൊ അത് അമ്പലമാണ്. അപ്പൊ അവിടെ നമ്മൾ നിൽക്കുന്നത് ശരിയല്ല. അപ്പൊ ഇവിടൊക്കെ റോഡിന്റെ പണി തന്നെയാട്ടാ. അപ്പൊ ഫസ്റ്റ് ദിവസം അന്നും ചിക്കൻ ഉണ്ടായിരുന്നു, ഇന്ന് 2ാമത്തെ ദിവസം ഇന്നും ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയ ഒരു സ്പോട്ട് ഇതാണ്. അവിടെ നെറ്റ്വർക്കും ഇല്ല. അപ്പൊ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ ഉള്ളൂ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. നല്ല സ്ഥലം തന്നെയാണ് ഇവിടെ. നമ്മൾ വന്ന വഴിയല്ല കേട്ടോ പോകുന്നത്. നമ്മൾ പരശുറാംകുണ്ട് വഴി ഒരു വഴി കാണിക്കുന്നുണ്ട്. നമ്മൾ അതുവഴിയാണ് പോകുന്നത്. അതുവഴി എന്താ അവസ്ഥ നോക്കുക. പിന്നെ എന്താ വെച്ചാല് ഇതിന്റെ പോകുന്നോടത്ത് കുറച്ച് ചുരമുണ്ട്. അത് ചിലപ്പോ നമ്മളെ കൊണ്ട് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അല്ലേ. അതില് പോയേക്കില്ല പരശുറാംകുണ്ട്. ഒന്ന് ഈ റോഡാണ്. പിന്നെ ഒന്ന് നമ്മൾ പരശുറാംകുണ്ടിന്ന് വന്ന റോഡാണ്. പക്ഷെ എങ്കിൽ നമ്മൾ പരശുറാംകുണ്ടിന്ന് വരുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു NH ചെറിയ റോഡ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു വന്നില്ലേ, ആ റോഡാണ്. ആ റോഡ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് മലന്റെ മേലെ കൂടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞാ പോകുന്നത്. നന്നായിട്ട് പോട്ടില്ലേ. അപ്പൊ അതില് നമ്മള് ഇനിയിപ്പോ ഈ കയറ്റം കയറാത്തൊരു വിഷയം എനിക്ക് ക്ലച്ചിന്റെ വിഷയമാണ് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഡയനാമോന്റെ പ്രശ്നം തോന്നുന്നു. ഡയനാമോ ഞാൻ നിങ്ങൾ ഒന്നുകൂടി കെട്ടിയിരുന്നു ടൈറ്റ് ആക്കിയിട്ട്. അപ്പൊ ഏറെക്കുറെ വണ്ടി ഓക്കെയാണ് അല്ലേ. അപ്പൊ ഈ റോട്ടിന് പോകുമ്പോ ഞങ്ങള് രാത്രിയിൽ നമ്മൾ പോകുന്നത്. അന്നൊരു അമ്മച്ചി ഞങ്ങളെ പേടിപ്പിച്ചു റോട്ടിൽ നിന്ന്. ഒരു പ്രേതത്തിന്റെ മൈൻഡ് അമ്മച്ചി കാട്ടി ഞങ്ങളെ മുന്നിൽ. ഭയാനകമായിട്ട് ഞങ്ങൾ പെട്ടെന്നൊരു വളവില് ഞങ്ങളെ സെന്ററില് നിന്ന് കളിച്ചു. എന്താ പറയാ, അമ്മച്ചിക്ക് അങ്ങോട്ട് മാറണം ഇങ്ങോട്ട് മാറണം വെച്ചില്ല. അതുകൊണ്ടാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുകയാണ് ഞങ്ങള്. ഇല്ലാന്നാണെങ്കിൽ എന്താ സംഭവിച്ചു വെച്ചാല് അത്രയും പ്രായമായ ഒരാള് ഈ റോഡിന്റെ നടുക്കുന്നാണ്ട് അങ്ങനെ ഇങ്ങനെ പരിഭ്രാന്തമാകുക എന്ന് പറഞ്ഞാല് ശരിക്കും നടക്കാൻ പോലും വയ്യ. എന്നിട്ട് അവര് അത്ര സ്പീഡിൽ പിന്നീട് റോഡിന്റെ നടുക്കുന്നാട്ട് സൈഡിലേക്ക് മാറി തന്നു. അതുവരെ നടക്കായിരുന്നു. അപ്പൊ അത് ഞങ്ങളെ വല്ലാത്ത എന്താ ഭയാനക. അപ്പൊ ആ ഒരു 10 സെക്കൻഡ് നമ്മളെ
ഒന്ന് നിലനിർത്തിയിരുന്നു അല്ലേ? പോണ വഴിയണ്ട, ഇത് നല്ല റോഡാ. പക്ഷെങ്കിൽ നമ്മള് അന്ന് പോന്നപ്പോ കാണിച്ചതാണ് ഈ റോഡ്. അന്ന് നൈറ്റിലാണ് നമ്മൾ ഇതില് പാസ്സാകുന്നത്. മലനിരകളൊക്കെ ആക്കാം. ഈ മലനിരകളോടൊക്കെ ഞങ്ങൾ താൽക്കാലികമായിട്ട് വിട പറയുകയാണ്. പിന്നെ ഒരിക്കല് ഈ റോഡൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഒരു വരവ് വരുന്നുണ്ട്. അന്ന് നമ്മുടെ സാറന്മാരൊക്കെ ഉണ്ടാകും അപ്പൊ ഇവിടെ ഡ്യൂട്ടിക്ക്. അവരൊക്കെ വേറെ ഏരിയയിലാവാം, വേറെ ക്യാമ്പിലാവാം. എന്തായാലും കാണാൻ പറ്റുവാണെങ്കിൽ കാണാം. എന്നാലും കുറെ ലോക്കൽസിനൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ അത്ര നല്ലൊരു ഏരിയ തന്നെയാട്ടോ. ഒരു അത്ര മോശക്കാരൊന്നുമല്ല. നമുക്ക് ഇവിടെ അത്രത്തിലുള്ള അനുഭവം ഒന്നും ഉണ്ടായില്ല. ഇത് നല്ല മെയിൻ റോഡാ. പക്ഷെങ്കിൽ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ് വീണിട്ടേ ഈ റോഡ് കംപ്ലൈന്റ് ആണ്. പോണ വഴിക്ക് പാലങ്ങൾ വരെ പല പാലങ്ങളും പൊളിഞ്ഞാടിയെടുത്ത്. അത്തരത്തിൽ ഈ റോഡ് നല്ല രീതിയിൽ അവർ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത്തരത്തിലായതുകൊണ്ട് അത് പൊളിഞ്ഞാണ്ട് നാസാവുക. സുന്ദരമായ കാഴ്ചയാണ്. സൂര്യൻ ഉദിച്ച് ഇപ്പൊ സമയം എന്ന് പറയുന്നത് 7:00 7:30 7:30 ആ 7:50 7:50 7:50. അപ്പൊ 7:50 ആയിരുന്നെങ്കിൽ നമ്മൾ 7:40 നമ്മൾ ഇറങ്ങണം. 10 മിനിറ്റ് ആയിട്ടുള്ള ഇറങ്ങി. ഇവിടെ റോഡ് ഇടിഞ്ഞിക്കണണ്ട. എത്രത്തോളം ഇടിഞ്ഞിക്കണേ അല്ലേ? എന്റെ മോനെ ഒരു വക്കുള്ള നമുക്ക്. ഇത്ര ഗ്യാപ്പുള്ള നമുക്ക്. ബാക്കിയൊക്കെ ഇടിഞ്ഞു പോയി. സെന്റർ ഫുള്ളായിട്ട് ഇടിഞ്ഞു പോയി. ഇനിയില്ല. അപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. ഇവരെത്ര കെട്ടിപ്പടുത്താലും ഇവിടുത്തെ ഒരു ഭൂപ്രകൃതം കൊണ്ട് പൊളിഞ്ഞാടണം. അപ്പൊ ഒരു സൈഡായിട്ട് നാസാക്കുക. പിന്നെ കല്ല് വീണിട്ടേ റോഡിലെ പാടേക്ക് ഇതൊക്കെ കല്ല് വീണ് ആടിയിട്ട് സംഭവിക്കുന്ന പാടുകളാണ്. റോഡ് അങ്ങനെ കംപ്ലൈന്റ് ആവും. പരശുറാം കുണ്ടിലേക്ക് നമ്മൾ അന്ന് പോയിരുന്ന അതേ റോഡ് തന്നെ. റോഡൊന്നുമില്ല. അങ്ങനെ ഒരു മണ്ണ് പോയി കല്ലും മുള്ളും കാലിക്ക് മെത്തേ പറഞ്ഞ പോലെ കല്ലും മുള്ളും ടയറിന് മെത്തേ പോവന്നെ. ആകെ സീനാണ് റോഡ്. വഴിയാകെ സീനാ. അങ്ങനെ നമ്മൾ പരശുറാം കുണ്ട് എത്തിയിരിക്കുകയാണ്. രണ്ടാമത് വന്നിരിക്കുന്നു. പക്ഷെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്നില്ല. അവിടെ നമ്മൾ കയറി ഇറങ്ങിയതാണല്ലോ. അവിടെ നല്ല കാറ്റുന്ന്. എന്താ അറിയില്ല, കാലാവസ്ഥക്ക് നല്ല മാറ്റമുണ്ട്. മോനെ നല്ല പവറുണ്ട് കേട്ടോ കാറ്റിന്. സ്ട്രോങ് ആട്ടോ, സാധനം സ്ട്രോങ്. അത് നോക്കണ്ട. ഉണ്ടാ ഈ പാലം തന്നെ നല്ല നീളമുള്ളൊരു പാലമാണ്. ചേട്ടാ നമ്മൾ ഈ സ്ഥലം കണ്ടില്ല അല്ലേ? അന്ന് നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ താഴത്തെ എവിടെയൊക്കെ നിൽക്കാൻ പറ്റിയിരുന്നു. ഇവിടെ കിട്ടുന്നല്ലോ സുഖസുന്ദരമായിട്ട് നിൽക്കുന്നു അല്ലേ ചേട്ടാ? അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. രാത്രിയായിട്ട് അതാണ്. അപ്പോൾ അതിലാണ് റിവർ ഇങ്ങനെ വെള്ളം ഒഴുകുന്നത്. അതിലാണ് കാണാൻ തന്നെ നല്ല സുന്ദരമായ സ്ഥലം. മല ഇടിഞ്ഞ് കഴിഞ്ഞ അവിടെ അല്ലേ? പരശുറാം കുണ്ട് ഇതാ ഇവിടെ കയറിയിട്ട് നമ്മൾ അതിൽ വന്നിതാ ഇവിടെയാണ് ആ കുണ്ട് കിടക്കുന്നത്. ഹൈറ്റ് വെള്ളം കയറിണ്ടാവും. എന്നാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് പോവാം. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പാലത്തിന് ഇറങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാ. ഇനി വണ്ടി എടുക്കുക. നമ്മളുടെ ലക്ഷ്യം ഇപ്പോൾ വണ്ടിക്ക് വലിയ പ്രശ്നമല്ല കേട്ടോ. ഇപ്പം പ്രശ്നമല്ല. പൊക്കിയാ പോയി. ഇതും തന്നെ ചെറിയൊരു വഴിയാണ് കേട്ടോ. നമ്മളുടെ മറ്റേ വഴി പോലെ തന്നെ. പക്ഷെങ്കിൽ ഇതിന് നടുക്ക് ട്രാക്കൊക്കെ കിട്ടുന്നവര് ഈ റോഡ് ടാർ ചെയ്തിട്ട് കുറെ കാലമായി. പഴയൊരു ടാറിങ് അതിന്റെ മേലെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. റോഡ് പൊളിഞ്ഞു. അത് ഇവിടെ തന്നെ ഉള്ളൂ ഇല്ലേ? ഇവിടെ തന്നെ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടൊന്നും വലിയ പ്രശ്നമല്ല കേട്ടോ. ഇവിടെ തന്നെ ഉള്ളു. ഏതായാലും ഒരു ഫോറസ്റ്റ് കൂടെ പോകുന്ന ഒരു ഫീലാണ്. കാട രണ്ട് സൈഡും നല്ല മുറ്റി കാട. ഇവിടുത്തെ കാട്ടിലെ വാഴയാണ്, കാട്ടുവാഴയാണ് ചുറ്റും കാണുന്നത്. ഇതിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനാണ് പണി. വലിയ ഗ്യാപ്പ് ഇല്ലായിരുന്നു. ചെറിയ ഗ്യാപ്പുള്ളൂ. ഇതില് പോകുമ്പോഴാണെങ്കിലേ നമ്മൾക്ക് പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പൊ എന്താ പറയാ, 2 പമ്പ് ഉണ്ട്. ഒന്ന് ഭാരത് പെട്രോള്, ഒന്ന് ഇന്ത്യൻ ഓയിലും ഉണ്ട്. ചെറിയ വഴിയാണ്. പക്ഷെ ഇതിലെ ആൾതാമസം ഉണ്ട്. ഇതില് ഈ കാടിന്റെ ഉള്ളിൽ കൂടെ ആളുകളുണ്ട്. റോഡും അത്യാവശ്യം തിരക്കടില്ല, കുഴപ്പമൊന്നുമില്ലാത്ത റോഡ്. നല്ല റോഡാണ്. മറ്റേ മലന്റെ ചോട്ടുകൂടി തന്നെയാണ്. അരുവിന്റെ ചോട്ടില് കൊറേ ഇങ്ങോട്ട് ഉള്ളിലേക്കാണത്. അതില് പെട്രോൾ പമ്പ് ഒന്നും ഇല്ല. പിന്നെ അത് മാത്രല്ല ഇതിലെ എന്താ പറയാ, കയറ്റവും ഇല്ല, ടേണിങ്ങും ഇല്ല, ഒന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം. സുഖസുന്ദരമായിട്ട് പോകാൻ വേണ്ടി പറ്റണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റൂട്ട് കൂടെ പോകുന്നാലും കുഴപ്പമില്ല. മറ്റേ റോഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കയറ്റം കയറി അറിയാൻ ടെസ്സുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടെസ്സുവിൽ നിന്ന് പിന്നെ നമുക്ക് നല്ല റോഡാണ്.
നല്ല റോഡാണ്, നമുക്ക് നല്ല സുഖസുന്ദരമായിട്ട് പോകാൻ പറ്റിയ നല്ല റബ്ബറൈസറാണ്. ഇത് അത്ര സുഖസുന്ദരം അല്ലെങ്കിലും കുഴപ്പമില്ല, ഓക്കെയാണ്. നമ്മൾ ഇവിടുന്ന് പോയിരുന്നത് അതായത് നമ്മള് കിബിത്തൂരിലേക്ക് പോയത് ഇതിലെയാണ്, ഈ റൂട്ടിന് അങ്ങോട്ടാണ് പോയത്. അത് ഈ റൂട്ടിനാ പോയത്, നല്ല റോഡാണ്. നമ്മളിപ്പോ പോകുന്ന റോഡ് എന്താ പറയാ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ഒരു മെയിൻ റോഡ് തന്നെ പിടിച്ച് പോകാൻ മതി. കാരണം നമുക്ക് ആ ഒരു പെട്രോൾ പമ്പ് അവിടെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് അത് ഉണ്ടായത് കൊണ്ട് നമുക്ക് നമ്മളുടെ ആ ഒരു ആവശ്യം നടക്കില്ല. അത് മേലെ നിന്നുള്ള പമ്പ് നടിക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോ ഞങ്ങൾ ഈ റോട്ടിൽ കയറിയിട്ടുണ്ട്. ഈ റോട്ടില് നമുക്ക് കുറച്ച് ദൂരം 10-40 കിലോമീറ്ററോ എത്രയോ പോവാണ്ട്. അത് പോയിട്ട് നമുക്ക് വർക്ക്ഷോപ്പ് കിട്ടണം. വർക്ക്ഷോപ്പാണ് നമുക്ക് മുഖ്യം പീലെ. ഒരു 7 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് എവിടെയും കിട്ടുമെന്ന് കരുതണം. നംസയിലേക്ക് നമ്മൾ എത്താനായിട്ടുണ്ട്. 8 കിലോമീറ്റർ ഉള്ളൂ. പോകുന്ന വഴിയിൽ നമ്മൾ ഇന്നലത്തെ ചിക്കനും ചോറും അടിച്ചിട്ട് പോകാൻ നീതി. വിശക്കുണ്ട്, നല്ല വിശക്കുണ്ട് അല്ലേ? ചായ മാത്രം, ചായയും ബിസ്ക്കറ്റും ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. എന്തായാലും റെഡി ആക്കി നിർബന്ധമാണ്. ഒരു ഉഷാർ കിട്ടണല്ലോ. തെളിച്ചില്ലേ വെറുതെ ചെറിക്കുന്നുള്ളൂ. ഉള്ളിൽ ഇടങ്ങേറുണ്ട്. കഴിക്കട്ടെ എന്തായാലും. അങ്ങനെ നമ്മൾ പോയ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ വന്ന വഴി തന്നെയാണ്. അപ്പോൾ ഇവിടെ എവിടെയാണെന്ന് നോക്കട്ടോ. ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി അരുണാചൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ട്, പക്ഷേ ഇങ്ങനെ വർക്ക്ഷോപ്പല്ല, സർവീസ് സെൻ്ററുണ്ട്. ചെങ്ങന്മാരെ നമ്മൾ ഇപ്പോൾ ഉള്ളതൊരു വർക്ക്ഷോപ്പിലാണ്. പക്ഷേങ്കിൽ ഇവിടെ നമ്മളുടെ ക്ലച്ച് ഇല്ല, സ്റ്റോക്ക് അപ്സർ ഇല്ല, പിന്നെ ഡൈനാമോൻ്റെ ക്ലാമ്പില്ല, ഒരു സാധനമില്ല. പിന്നെ ടിൻസുക്കിയ എന്ന് പറയുന്ന ആസാമിലേക്ക് നമ്മൾ പോകണം. ഇവിടുന്ന് ഏകദേശം 75 കിലോമീറ്റർ ആണ് അവർ പറയും. 75 കിലോമീറ്റർ നമ്മൾ ഇവിടെ വെക്കുക, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ? അല്ലാതെ ഇപ്പോൾ ഇവിടെ എവിടെയും നടക്കില്ല എന്ന് പറയുന്നത്. ഇവിടെ എവിടെയും കിട്ടൂല. ഇല്ലയൊക്കെ അവിടെ തന്നെയാണ്. അവിടെ ടിൻസുക്കിയ വരെ പോകണം, അവിടെ തന്നെ കിട്ടുള്ളൂ. ഇവിടുന്ന് നമ്മൾ 2 കിലോമീറ്റർ പോയാലേ, അതായത് നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി ഫസ്റ്റ് ദിവസം വന്നെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന റോഡുണ്ട്. ഈ റോഡാണത്. അപ്പോൾ ആ റോട്ടിന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ചിലപ്പോൾ അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവിടെ വരെ ഒന്ന് പോവാം. അതൊക്കെ ഉണ്ടെങ്കിൽ 75-72 കിലോമീറ്റർ ഇവിടുത്തെ ഓടണ്ടല്ലോ എഴുതിയിട്ടാണ്. ചങ്ങന്മാരെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പിൽ ചോദിച്ചു. ഞങ്ങൾ അതായത് അവിടെ നിന്ന് 2 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നിട്ട് ഞങ്ങൾ വർക്ക്ഷോപ്പിൽ ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു ബായ് അദ്ദേഹം നമുക്കിത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. നമ്മുടെ സാധനങ്ങൾ ഫുൾ ഇറക്കി വെച്ചു. നമ്മുടെ പായേരൊക്കെ ഇട്ട് ഇവിടെ ഫുൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കണ്ടിട്ട് ഓർക്ക് തന്നെ സങ്കടമാണ്. എന്താ പറയുക, ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുക ആൾക്കാരെന്നാണ് പരിഹരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ഭ്രാന്തല്ല, എന്താ പറയുക. ഇതിനിപ്പോൾ വേറെ മറുപടി ഒന്നും നമ്മുടെ അടുത്തില്ല. ഏതായാലും ഇന്ന് ടൈം എടുക്കും. നമ്മളെ സ്റ്റോക്ക് ഓപ്സർ ഡൈനാമോൻ്റെ കാര്യത്തിൽ മുപ്പത് തീരുമാനം എടുക്കുന്നുണ്ട്. അതവിടെ നിന്ന് കഴിച്ച് എടുക്കുകയാണ്. ഡൈനാമോ കഴിച്ചെടുത്തു. वो क्लैंप का जास्त है प्रॉब्लम. वो क्लैंप नया वाला मिलता है? नया तो नहीं मिलेगा, हम जुगाड़ कर देगा. हाँ ठीक है. പുതിയത് കിട്ടൂല. പക്ഷേങ്കിൽ നമുക്കൊരു വെൽഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. വെൽഡ് ചെയ്താൽ തൽക്കാലം ഇപ്പോൾ അങ്ങനെ വെൽഡ് ചെയ്തെങ്കിൽ നിർത്തിച്ചാൽ നമുക്ക് അത് അതിൻ്റെ മെറ്റീരിയൽ കൊണ്ട് തന്നെ വെൽഡ് ചെയ്യണം, അപ്പോഴത് നടക്കുള്ളൂ. മറ്റേത് അതുകൊണ്ടാണ് പൊട്ടിയത്. ഏതായാലും കഞ്ഞും പയറില്ലാത്ത മാതിരി ഞങ്ങളെ കോലായതൊക്കെ ഇതുകൊണ്ടാണ്. മനസ്സിക്കൊരു സുഖം വേണ്ട. നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വണ്ടി ഒന്ന് ക്ലിയർ ആണ്. എത്ര ദിവസമായി? ഏകദേശം 2 ആഴ്ചത്തോളമായി വണ്ടി ഇതേ നമ്മൾ വർക്ക്ഷോപ്പ് കാണിക്കാത്ത പ്രശ്നമുണ്ടോ? ഇല്ല. എത്ര അടുത്ത് കാണിച്ചു. കംപ്ലീറ്റ് സാധനം ഇറക്കി ഇവിടെ വെച്ചു. ഇനി നമുക്ക് ഇന്നിവിടെ നിൽക്കേണ്ടി വന്നാൽ ടെൻ്റ് എടുക്കുക, ഇവിടെ ഇടയിലൊക്കെ അടിക്കുക. സീറ്റിനെ മാറ്റി. നമ്മൾ വാങ്ങിയ ഓറഞ്ച് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് വർക്ക്ഷോപ്പിലെ ആളുകൾക്ക് അല്ലേ? ഞാനിത് 2ാമത്തെ ഓറഞ്ചാണ് കഴിക്കണത്. ഞാൻ പിന്നെ 3-4 കഴിച്ചാണ്. പിന്നെ ഞങ്ങൾ ഫുള്ള് ഇവർക്ക് എല്ലാവരും കൊടുത്തു. എന്നിട്ടും കൊട്ടയിൽ സാധനം ബാക്കിയാ. അതൊന്ന് കഴിഞ്ഞിട്ടിക്കണമെങ്കിൽ ഞങ്ങൾ കരുതി ഗുഡ്സിൽ കൊടുന്ന മാതിരി മനസ്സറിഞ്ഞ ചിരിക്കാൻ വേണ്ടി പറ്റിയിട്ട് ഞങ്ങൾക്ക്. ഓ സത്യം അല്ലേ? മൂപ്പര് വേറെ വണ്ടിമെന്ന് കഴിച്ചിട്ട് നമ്മൾ കിട്ടിയിരുന്നു ചെങ്ങന്മാരെ. വേറെ ഈ ക്ലാമ്പേ വേറെ വണ്ടിമെന്ന് കഴിച്ചിട്ട് തരാം. ഒരു ഇത് ഞാൻ ആ വണ്ടിമ്മ കിട്ടോളാം, അല്ലെങ്കിൽ ഒരു പുതിയ വാങ്ങുമായിരിക്കും. എന്തായാലും പ്രശ്നമല്ല, നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരികയാണ് ആളുകളെ. അവിടെയാണ് നമ്മൾ സത്യത്തിൽ നമുക്ക് തോറ്റു പോകണം. എന്താ
അതായത് നമ്മളുടെ സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവർ അല്ലേ. നമ്മൾ ഇൻവെർട്ടറിനൊന്ന് ശരിക്കാക്കി വെക്കണം. അങ്ങനെ ഇൻവെർട്ടർ അവിടെ നിന്ന് ചാടിയേക്കണം. അപ്പോൾ അതൊന്ന് ശരിയാക്കണം, അതൊന്ന് തുടക്കണം. ഇൻവെർട്ടറൊക്കെ തട്ടിക്കുട്ട് ഇൻവെർട്ടറാണ് എങ്കിൽ കായ് മുടക്കിയേക്കണം. ഇതിന് അതുകൊണ്ട് പൊന്നു പോലെ സൂക്ഷിക്കണം അല്ലേ. കൊണ്ട ഇൻവെർട്ടറിൻ്റെ ഏതായാലും നമ്മളിത് മൊത്തത്തിൽ തുറന്നു. അപ്പം ഞാൻ തുടച്ചിട്ടെടുക്കാം. അപ്പോൾ ഒന്ന് തുടച്ചിട്ട് കയറ്റാം എന്ന് കരുതി. ഉള്ളേ ബാറ്ററിയിൽ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ഓക്കെ അല്ലേ? ലൂസ് ഒന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലേ. ലൂസ് ഉണ്ടായാലേ നമ്മൾ ഇൻവെർട്ടർ ചാർജ് ആവില്ല. ഓക്കെ അല്ലേ? ഓക്കെ നീ കയറ്റല്ലേ? കയറ്റ ക്ലച്ചിൻ്റെ പറഞ്ഞപ്പോൾ മൂപ്പരൊന്ന് ഓടിച്ച് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു മൂപ്പര് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലേ. സ്റ്റാർട്ട് ചെയ്തെടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേങ്കിൽ നമുക്കെന്തോ ഒരു പന്തികേട് അനുഭവപ്പെടുന്നുണ്ട്. വരൂലേ പോയിട്ട്? ഞങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നമ്മളെ സോക്കാപ്ചർ റെഡിയാക്കാൻ വേണ്ടി പറ്റിയില്ല. സോക്കാപ്ചർ റെഡി ആക്കാം പോലെ ആക്കി തരും ചെയ്യും. പക്ഷേ എങ്കിലുള്ള വിഷയം എന്താ വെച്ചാൽ ഒരാഴ്ച സമയം എടുക്കും. ഇപ്പോൾ അവിടെ 2 വണ്ടിയുണ്ട് ഈ വെൽഡേണ ഭാഗത്ത് ഓടി വർക്ക്ഷോപ്പിൽ. അപ്പോൾ ഈ 2 വണ്ടി പോയിട്ടേ നമ്മുടെ വണ്ടി എടുത്തുതരാൻ വേണ്ടി കഴിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നമ്മൾ വെറുതെ ഒരാഴ്ച അവിടെ കളഞ്ഞിട്ട് കാര്യമല്ല. നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിലൊക്കെ പോയി വന്നിട്ട് നമുക്ക് അവിടെ ചെയ്യാം. ഇങ്ങനെ ഓടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെച്ചാൽ അങ്ങനെ ഓടുന്നതിന് കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ വിഷയമല്ല അത് ഈ ഡൈനാമോൻ്റെ വിഷയമായിരുന്നു. അപ്പോൾ ക്ലച്ച് റിസ്ക് പോയതല്ല. എനിക്കപ്പോൾ അത് തോന്നിയിരുന്നു. പക്ഷേ ഇത് നമുക്ക് എന്താ പറയുക, മനസ്സ് പറയണ്ടേ, നമുക്ക് അറിയില്ലല്ലോ. ഞങ്ങളിപ്പോൾ അത് കെട്ടിക്കൂട്ടിയൊക്കെ വെച്ചേക്കല്ലേ. ഏതായാലും നമുക്കിവിടെ ഏതെങ്കിലുമൊക്കെ ഒരു പുഴമാട്ടിൽ കുളിക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ല രസമായിരിക്കും. അതിനെ പറ്റി ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കാം. ഇത് ബ്രഹ്മപുത്ര അല്ലത്, അത് വേറെ ഏതോ ഒരു നദിയാണ്. അതിൻ്റെ പേര് ഞാൻ നോക്കട്ടെ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളം എടുക്കാനാണ്. വെള്ളം അവിടെ ഏതെങ്കിലും ടൗണിൽ പോയിട്ട് വെള്ളം എടുക്കണം. വെള്ളം കയ്യിൽ എടുത്തിട്ടില്ല, എടുക്കാതെയാണ് അവിടെ നിന്ന് പോകുന്നത്. വെള്ളം എടുക്കാൻ മുളക് പൊടി കഴിഞ്ഞാണ്. നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ മുളക് പൊടി ഉണ്ട്. പക്ഷേ എങ്കിൽ അത് ആകെ 10 റുപ്യേൻ്റെ 3 പാക്കറ്റ് അല്ലേ. ഒരു കാര്യമില്ല. ഇവിടെ 2 ക്യാൻ വെള്ളം എടുത്തു. പാത്രം പറഞ്ഞ ചണ്ടി അത് എവിടെയോ ഒന്നും മറന്നു അത് വാങ്ങി. പിന്നെ മുളക് പൊടി ഇതാണ് നമ്മൾ വാങ്ങുന്നത്. എന്താ 1/2 കിലോൻ്റെ പാക്കറ്റാണ്. ഉണ്ടായിക്കോട്ടെ അല്ലേ? ഉണ്ടായിക്കോട്ടെ. ഇത് ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. നമുക്ക് റെഡിയാവില്ല, അറിയാവോ? ചെങ്ങന്മാരെ പോയ തേടി വന്നതാണ്. ഇത് എവിടേക്ക് കൊണ്ടുപോയി ചാടിക്കണാവോ? അങ്ങനെ കാട്ടുകൂടെ കൂടെ പോകുന്നത്. വെള്ളം കിടക്കണ അവിടെയാണ്. നമ്മളെ കൊണ്ടുവരുന്നത് ഇപ്പുറത്ത് കൂടെ, നമ്മളിപ്പുറത്ത് കൂടെ. അല്ലാത്ത കഷ്ടം. അങ്ങനെ ഏലക്കയോ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ പുഴക്കരയിലേക്ക് എത്തിയിട്ടുണ്ട്. മണൽത്തട്ടുകളാണ്, ഫുള്ളായിട്ട് മണൽത്തട്ടുകൾ. ആ സൈഡിലൊക്കെ മണൽ കോരുന്നുണ്ട് അല്ലേ. മണൽ JCB ഉപയോഗിച്ച് മണൽ കോരുന്നുണ്ട്. നോഹത്തി എന്നാണ് തോന്നുന്നു ഈ ഒരു നദിയുടെ പേര് കേട്ടോ. കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റേഞ്ചിൻ്റെ വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കാൻ വേണ്ടി പറ്റണില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചേട്ടൻ വല എറിഞ്ഞൊക്കെ മീൻ പിടിക്കുന്നുണ്ട്.
ആ ഒരു സൈഡിൽ ഞങ്ങൾ പോയി നോക്കിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുളിക്കാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളി സ്ഥലം കേട്ടോ അല്ലേ, നല്ല സ്ഥലം. പക്ഷേങ്കിൽ മണല, നല്ല മണല. മൂപ്പർക്ക് എന്തോ കോലാനം എന്തോ ഒന്ന് കിട്ടിയിട്ടാ. കോലാനൊന്നല്ല, പെരലാണല്ലേ. ആ മൂപ്പര് എറിയാൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ എടുക്കാം. അത്രയും ടൈം എടുക്കും. നമുക്ക് ഉണ്ടേ ഇത് എടുത്ത് മീനൊക്കെ എടുത്തിട്ട് വേണ്ടേ. പരലല്ലത് കടുങ്ങാലിയോ? മറ്റെന്താ പോയിന്റ് പേര്? കടുങ്ങാലി. കടുങ്ങാലി അല്ല, മറ്റെന്താ പോയിന്റ്? ഓ ചാടി കളിച്ച് നോക്ക സാധനം ആ പോണത്. സംഭവം കിട്ടിയില്ലേ? ചുണ്ടനോ? ചുണ്ടൻ തല്ലടാ ആണോ? ചുണ്ടൻ. എന്നാ ചുണ്ടനെങ്കിൽ ചുണ്ടന് ചേറ് കൊടുത്താ അവൻ്റെ കൊല്ലണ്ട. ചിലപ്പോൾ മൂപ്പര് ജീവനോടെ കൊണ്ടുപോകണം കരുതിയിട്ടാണാവോ. मैं केरला का हाँ टूरिस्ट में। हाँ अच्छा, कितना आदमी? 2 आदमी। 2 आदमी। कितना कितना दिन हो गया? 2 महीने। 2 महीने? हाँ। कहाँ कहाँ घुमा है? और किबेतु। तिब्बत। और फिर? और ज़ीरो। ये 0? हाँ। अच्छा ठीक है। ओके ठीक है। हाँ। आपका हिंदी बात करने वाला हिंदी थोड़ा है, थोड़ा है, पूरा सीखना है। तब हम लोग का लड़का भी केरला में था। केरला मतलब ये चेन्नई में था। चेन्नई में, हाँ तमिलनाडु में। तमिलनाडु। हाँ उधर में को क्या है? वो काम के लिए किया था मतलब। हाँ ठीक है। अभी वो हाईलॉन्ग चला गया, वहाँ से आ गया। हाँ अभी हाईलॉन्ग। हाँ हाईलॉन्ग उधर है। हाँ उधर। हाँ ठीक है ठीक है ठीक है। हम भी नहाएगा, अभी नहा लो। आपका घर किधर है? इधर ही सामने ही है। सामने? उधर मेले? हाँ ओ ठीक है। यहाँ से भी निकाल जाएगा गाड़ी। इधर में ओके? हाँ यहाँ से निकाल जाएगा। मैं मालूम नहीं है ना. അപ്പോൾ മൂപ്പര് വല റെഡിയാക്കി അടുത്ത് നെക്സ്റ്റ് വീഡിയോ കരക അടുത്ത മീനുള്ള ഏരിയ നോക്കണം. മീനിനെ കാണണം, മനസ്സിലായോ? വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ തീരെ ആയില്ലാത്ത സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് വന്ന് നോക്കിയത്, പക്ഷേ ഇവിടെ തീരെ ആയില്ല. गांव का नाम है देवरी बस्ती। देवरी बस्ती, हाँ ठीक है। ये लोकल आदमी रहता है। हाँ കൊയ്യൂത്തേക്കിട്ട് വേണം ചാടാക്കാൻ, മനസ്സിലായോ? അടുത്തൊരു ഏറ് വല എറിയണ നമ്മൾ കാണാത്തൊന്നല്ല, എന്നാലും അരുണാചലത്തെ ഏറ്. ആ अरुणाचल प्रदेश लेकांग है। अरुणाचल प्रदेश लेकांग। ये लेकांग डिस्ट्रिक्ट है। लेकांग डिस्ट्रिक्ट है। हाँ। ओ मतलब नमसाई डिस्ट्रिक्ट है। नमसाई डिस्ट्रिक्ट। हाँ 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 नमसाई है। हाँ ठीक है। थोड़ा दूर में मरेगा हो। आप देखिए, उठा के देखिए। हाँ വല്ല പോകണുണ്ട്. എന്തിനറിയാമെങ്കിൽ മീൻ നോക്കണം, മീനിനെ കണ്ടിട്ട് അറിയാൻ പറ്റുള്ളൂ. അതിപ്പോൾ മൂപ്പര് കൂട്ടം അവിടെ കണ്ടു, അതുകൊണ്ടാണ്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഏറ് സ്വീപ്പാവും. മീൻ പോയി നാക്കനാടുണ്ട് തോന്നുന്നു. എൻ്റെ ആഗ്രഹം സഫലമായില്ലേ. ഇന്നാളുണ്ട് പറയണേ വല എറിയണ ഒരു ഷോട്ട് എടുക്കണമെന്ന്. കുറേ വല എറിയണുണ്ട് കേട്ടോ. വയ്യ അതിലില്ല. ഓ ആ ഉണ്ട്, ഒന്നുണ്ട് അല്ലേ. ആ वन फिश। और ठीक है। और फिश का नाम क्या है? ये बुरेला। बुरेला बुरेला। ठीक है. എന്നാൽ നമ്മൾ കുളിക്കാൻ പോലടാ, ഞങ്ങൾ കുളിക്കലോ. കുളി എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. യാത്രയിൽ കുളി. ഞങ്ങളീ കോലം കാണില്ല, നിങ്ങൾ തലയും മുട്ടിയൊക്കെ ആകെ പൊന്തിപ്പാറി നിൽക്കണ്. ഇന്നൊക്കെ ചേഞ്ച് വരണ്ടേ. പക്ഷേങ്കിൽ വണ്ടിൻ്റെ ഡൈനാമോ ശരിയാക്കിയിട്ടും ചെറിയൊരു പ്രോബ്ലം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചെറിയ ചാട്ടം പോലെ തന്നെ. ആ അപ്പോൾ രാവിലെ എടുക്കുമ്പോൾ പ്രശ്നമില്ലതാണ്, പക്ഷെ എവിടെയാണ് അതിൻ്റെ ഒരു പിച്ച് മനസ്സിലാവുന്നില്ല. അതാണ്. ആഹാ ഇവരെ എടുക്കാണോ? മീൻ പിടിക്കാനേ ആവുമല്ലേ? അല്ലാത്ത ഉക്കതോടെ തിരുമ്പി കുളിച്ചണ്. ഞാൻ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, ഇറങ്ങണം. മടി പിടിച്ചിരിക്കുകയാണ്. ഇന്നും മടിയോ? നമ്മളെ ഏട്ടൻ്റെ കുളി കഴിഞ്ഞിട്ടോ. മൂപ്പരും തന്നെ വലയൊക്കെ വീശി
കുളിച്ചു. ഇവരിതാ പോകുന്നു തോണിയിൽ വല വീശ നടുക്കൂടെ. ഓല് നടുവത്തെ മീൻ ഒലിക്ക് പറ്റുള്ളൂ, വേണ്ട. അതിമനോഹരമായിട്ടുള്ള കുളി കഴിഞ്ഞു. എന്നും ഇതേപോലെ മുടിയൊക്കെ ചീകി കുളിക്കണം, മുടിയൊക്കെ ചീകിയൊക്കെ വെക്കണം, ഒതുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ തന്നെയാണ് അല്ലേ. പറഞ്ഞിട്ട് എന്താ കാട്ടണം, നമ്മളെ കൊണ്ട് സാധിക്കണ്ടേ. പക്ഷേ എങ്കിലും ഇന്നതിനുള്ള അവസരം ഒത്തു വന്നു. ഞങ്ങൾ കുളിച്ചു. എനിക്കാണെങ്കിൽ എൻ്റെ കുളി നല്ല പെർഫെക്റ്റ് കുളിയാക്കാൻ വേണ്ടി പറ്റിയില്ല, ഇജാക്കി. കാരണം അപ്പോഴേക്ക് അവിടെ ആളുകൾ ഇവിടുത്തെ വില്ലേജിലെ ഗ്രാമീണർ വന്നു, സ്ത്രീകളാണ്. അപ്പോൾ പിന്നെ അവരുടെ ഇടയിൽ നമ്മളെങ്ങനെ വേഗം കുളിച്ച് പോകാമെന്നല്ലാതെ അവരെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഈ അരുണാചലിൻ്റെ ഭാഷയല്ല നമുക്ക് തീരെ മനസ്സിലാവില്ല, ഹിന്ദി ആണെങ്കിൽ അവർക്ക് അറിയണമില്ല. ഏതായാലും അവിടെ നിന്ന് കുളി, നമ്മൾ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട് കിടക്കുന്നത്. ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായ കുടിക്കുന്നു. നമ്മളിന്നൊരു 1 കിലോ അവിൽ വാങ്ങിച്ചിരുന്നു. അവിൽ നാട്ടിലത്തെ അവിൽ പോലെ തന്നെയാണ് കണ്ടിട്ട് വെള്ള എന്നാണല്ലോ പോയ നാട്ടിലത്തെ ഒരു തണുത്തേക്ക കറുമ്പറില്ല. ചാക്കവിലാണത്. വേറെ കുഴപ്പമൊന്നുമില്ല. ചായ എടുത്തു അതും കൂട്ടി കുളിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവല്ലേ, അത് നല്ലത്. ഡ്രസ്സ് എടുക്കാം ഇവിടുന്ന് പോവാം. പുറത്തെവിടെയും പോയിട്ട് പിന്നെ ഇപ്പോൾ കുക്ക് ചെയ്യാൻ കറിക്കൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അതും വാങ്ങാം. ഇപ്പോൾ സമയം അധികം നേരില്ല, 3-3:30 ഒക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് നിൽക്കാനുള്ള സ്ഥലം തപ്പാനൊക്കെ സമയമുണ്ട്. ഇവിടെ നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഇവിടെ എത്ര എടുത്തതാ ഈ കാണുന്ന തന്നെ വില്ലേജാണ്. അപ്പോൾ അവരിങ്ങനെ വരും, ചോദിക്കും ആരാ എന്താ എങ്ങനെ ഏതാ എവിടുന്ന. ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ആളൊഴിഞ്ഞ സ്ഥലത്ത് തന്നെ നിൽക്കണം. കിട്ടേ എവിടെയൊക്കെ നിൽക്കാം. ഇവിടെ നിന്ന് പോവാം എന്തായാലും, അല്ലടാ ഇവിടുന്ന് പുള്ളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ഇവിടെ നിൽക്കാൻ എന്തോ ചെറിയൊരു ധൈര്യക്കമ്മി അല്ലേ. ഇത്തരം പറയലേ ഒരു സീനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്ന വഴിയാണത് കാണണങ്ങൾ. ഇതൊന്നല്ല, നമ്മളൊരു ഗ്രാമമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഉള്ളിക്കൂടെ എങ്ങനെ വന്നതാണ്. ഏതായാലും ഇതൊരു പൊന്തക്കാടാണ്, കണ്ട വഴി തന്നെയല്ല അല്ലേ. മേത്തേക്ക് വന്ന് അടിച്ചു നോക്കട്ടോ. ഗ്ലാസ് പൊന്തിച്ചാൽ മതി, ഗ്ലാസ് നമ്മൾ പൊന്തിച്ചില്ല. ആഹാ എന്താ നമ്മളെ നാട്ടിൽ കാട്ടണ മാതിരി അതിലൊക്കെ കാട്ടുവേ. ഇവിടെയൊക്കെ വണ്ടി എങ്ങനെയൊക്കെ കുടുങ്ങി എന്തെങ്കിലുമൊക്കെ ആയാലേ പറയണോ. ഇതിലല്ലേ വന്ന സ്ഥലവും മറന്നു പറഞ്ഞില്ലേ. ആഹാ സുന്ദരമായ സ്ഥലം. അത് നോക്കാച്ച് മണൽപ്പരപ്പാണ്, മണൽപ്പരപ്പ്. ആഹാ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. എന്നല്ലേ ഇവിടെ നമുക്ക് ഇവിടെ പിന്നെ സേഫാണോ ഉണ്ട്. നടക്കില്ല, വേറെ അവിടെ നോക്കാം, വേറെ എവിടെ നോക്കാം. പിന്നെ വീണ്ടും ധൈര്യം കമ്മി. ഈ കാട്ടിലേക്കാണ് നിൽക്കുന്നത്. കാട് തന്നെയാണിത് അല്ലേ, തൊപ്പക്കാടാണത്. അപ്പ നമ്മളെ നാട്ടിൽ തപ്പ, അങ്ങനെ അപ്പക്കാടാണത്, തൊപ്പക്കാടല്ല അപ്പക്കാട്. ഇതിന് ബൈക്ക് നന്നായിട്ട് കൊണ്ടുപോകലുണ്ട്. ഇവിടെ പിന്നെ ഒരു ഗ്രാമമുണ്ട്. ഇവിടെ ഇത് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ അല്ലേ, ഇവിടെ എങ്ങനെ ആയിട്ട് ആരെങ്കിലും വന്നാൽ നമുക്ക് കാര്യങ്ങൾ പറയുകയും ചെയ്യാം അല്ലേ. അവിടെ നമുക്ക് നിൽക്കാനുള്ള ഗ്യാപ്പുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം നമുക്ക് കറി വെക്കാനൊന്നുമില്ല. ഈ കോഴി കറി വെക്കാനാവും ഇത് മുന്നിൽ കൂടെ പോകാട്ടോ. ഇവനാകെ ടെൻഷനായിന്. ഇവനൊക്കെ അതാണ് ഇവിടുത്തെ വീടുകളൊക്കെ. ഇങ്ങനെയൊക്കെ വീടുകളൊക്കെ മണൽപ്പരപ്പിലുണ്ടാക്കിയ വീടുകൾ. നമ്മൾ പോകുന്ന വഴി ഇതാണ് അല്ലേ. നമ്മൾ ഈ ഒരു വഴിയിലൂടെ നമ്മൾ പുറത്തേക്ക്. എന്തൊരു സുന്ദരമായ നാട്. മീൻപുറത്താണ് മീൻ പിടിക്കണ്ട. അതിലും വലട്ടൊക്കെ ചെറിയൊരു കുളമാണ്. അതിലും വലട്ടൊക്കെ. അരുണാചൽ യൂണിവേഴ്സിറ്റിയാണ് അത് അല്ലേ. അരുണാചൽ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റഡീസ്. അതിൻ്റെ മുമ്പ് കൂടെ ഞങ്ങൾ 3-4 വെട്ടപ്പൊന്ന് പോയി. ഇന്നത്തെ ഒരു ദിവസം മാത്രം സംഭവം കുറച്ച് സെറ്റപ്പാട്ടാ. മേൽക്കുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ അടിപൊളിയാ. ഡിസൈൻ സെറ്റായില്ല. അതവിടെ ചിക്കനാണ്. ചെങ്ങന്മാരെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്ര കൊണ്ടുവന്ന സാധനമാണ്. അത് ഈ ഒരു കുപ്പിയിൽ ഇത്രയും മുളക് കൊണ്ടുവന്ന ആളുകളാണ് നമ്മൾ.
500 ഗ്രാം മുളക് ഞാനും കുക്കു 2 മാസം കൊണ്ട് തിന്നു. അല്ലെങ്കിൽ ഇതിപ്പോൾ രണ്ടാമത് നമ്മൾ ഇവിടുന്ന് വാങ്ങിയതാണ്, 1 കിലോ ഒന്ന് വാങ്ങിയല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ ചിക്കനാട്ടാ. അപ്പോൾ ഇനി ഇതിൻ്റെ അവസ്ഥ എന്താ അറിയില്ല. മുളക് കിട്ടുന്നുണ്ട് അത്യാവശ്യം. കളറുണ്ടല്ലേ? കളർ പറഞ്ഞ മുളകിൻ്റെ കളറുണ്ട്, മുളകല്ലേ. പിന്നെ ഈ ഒരു ഉപ്പും ചാക്കിൽ, ഉപ്പും പാക്കറ്റിൽ ഇത്ര ഉള്ളതെന്ന് ഇത്ര ഉപ്പ് ഞാൻ ഫുള്ള് നിറച്ച് കൊണ്ടുവന്നാണ്. അത് വെളിച്ചെണ്ണ ചാടിക്കോ, വണ്ടൂർക്കാരാണ്. ചാട് ചാട് ചാട്. മതി 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 മതി, ഇത്ര മതി. വെളിച്ചെണ്ണ ചാടുന്നില്ല. വണ്ടൂർക്കാർ കൊണ്ടുവന്ന വെളിച്ചെണ്ണ, വണ്ടൂരത്തെ വെളിച്ചെണ്ണ. ഇത് ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു കിളുമ്പട്ടെ കിളുമ്പ് വരെ. അപ്പോൾ ഞങ്ങൾ കടന്നു എഡിറ്റിങ് കേട്ടോ. എഡിറ്റിങ്ങില്ല. അപ്പോൾ ഞങ്ങൾ എന്താ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ സാധാരണ വെക്കണവരെയൊക്കെ വെച്ച് ഇന്നും തന്നെ അന്നത്തെ ദിവസം ഇങ്ങനെ മുഴുവനാകണല്ലോ. ഇപ്പോൾ മുഴുവനായി. ഇനിയിപ്പോൾ എന്താ കടന്നുറങ്ങാന്നുള്ളതാണ്. എഡിറ്റിങ് കഴിഞ്ഞാൽ ഞാനും കിടക്കും അല്ലേ. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വേണ്ടി നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ബൈ.